കണ്ടോ എത്രയാണ് നമ്മൾ ചുണ്ട് കരിക്കുക. ഇത് കൈത്തീറ്റ കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ആനയാണ് ഈ കൈരളി കോഴികള്. നാടൻ ഒരു മാസം തൊട്ടാണ് എല്ലാ കോഴികളും ഇവിടെ 1 മാസം തൊട്ടാണ് കൊടുത്തു തുടങ്ങുക. നാടൻ വരുമ്പോ 120 വരും, സാസ വരുമ്പോ അതും 120 തന്നെയാണ്. അതെ അതെ. ഇത് വാക്സിനൊക്കെ 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 5000 രൂപയാണ് കിട്ടിയത്. 5000 രൂപ. ഈ 16 എത്ര കോഴിയാന്ന് പറഞ്ഞു? 16000 കോഴി. ഞങ്ങൾക്ക് എടുത്ത് അത് കുഴിച്ചു മൂടാനായിട്ട് 7000 രൂപ ചെലവ് വന്നു. പക്ഷെ കൊണ്ടുപോയിട്ട് എളുപ്പം ഗോതമ്പ് അരിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ദഹിക്കാണ്ട് അങ്ങനെ ഇരുന്ന് 2 ദിവസത്തിന് കൊണ്ട് ചത്തുപോകും. കുട്ടികള് തല കുമ്പിട്ട് പോവുക, ചിറക് താഴ്ത്തിയിട്ടിരിക്കുക, ഇതൊക്കെ ഓരോ രോഗലക്ഷണങ്ങളാണ്. 14ാമത്തെ ദിവസം IBD കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് 21ാമത്തെ ദിവസം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ലെസോട്ടെ IBD മിക്സ് ചെയ്തിട്ട് അതിന്റെ ബൂസ്റ്റർ ഡോസ് കൊടുക്കും. 650 ആ റേഞ്ചിലൊക്കെയാണ് ഇപ്പൊ മുട്ട കിട്ടണത്. 650. ഹായ്, നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ദിനു. എൻ്റെ ഫാമിന്റെ പേരാണ് റോസ് പൗൾട്രി ഫാം. ഇവിടെ മെയിനായിട്ട് BV3 കോഴികളാണ് ഉള്ളത്. BV3 ആണ് നമ്മൾ ചെയ്യണത്. പിന്നെ കൂടാതെ ഏതൊക്കെ ചെയ്യുന്നുണ്ട്? നാടനുണ്ട്, സാസോ, ഇതാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ കയ്യില്. ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലുള്ളത് BV3 ആണ്. ഇത് പാലേക്കര ടോൾ പിരിവിന്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലോട്ട് കാട മുട്ടയ്ക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാല് ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നില്ല. മെയിൻ ആയിട്ട് തനി നാടൻ കോഴികൾ ചെയ്യുന്നുണ്ട്. ഉണ്ട്. അത് നമുക്ക് സെയിലിനാണോ? അതെ അതെ, സെയിലിനാണ്. പിന്നെ നമ്മൾ കോഴികൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അതെ, ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. 100 എണ്ണത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെറ്റ് ട്രാവൽസിൽ കൊടുത്തയക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ വന്നിട്ട് കണ്ട് നോക്കി അതിന് രോഗങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് വരുന്ന ആൾക്കാരുടെ ഒരു സംതൃപ്തിയാണ്. ഇവിടെ വന്ന് രോഗങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി കണ്ടറിഞ്ഞിട്ട് എടുക്കുക. അത് നമ്മൾ രോഗങ്ങളെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കും. ഡീറ്റെയിൽസുകൾ, എല്ലാ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ടേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. കൊണ്ടുപോയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെയാ മരുന്നുകൾ കൊടുക്കണം എന്നിട്ടുള്ള, കാരണം വാക്സിൻ കംപ്ലീറ്റ് ആവില്ല. അപ്പോഴത്തേക്ക് 1 മാസം ആകുമ്പോൾ വാക്സിൻ കംപ്ലീറ്റ് ആവില്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടുന്ന് കൊടുക്കാറുള്ളത്. നമ്മൾ ഇവിടുന്ന് കോഴിക്കുഞ്ഞുങ്ങളെ ഏത് പ്രായമാകുമ്പോഴാണ് കൊടുത്തു തുടങ്ങുന്നത്? ഇപ്പൊ 1 മാസം തൊട്ടാ കൊടുത്തു തുടങ്ങണത്. 1 മാസം ആകുമ്പോഴത്തേക്ക് വാക്സിൻ കംപ്ലീറ്റഡ് അല്ല, R2Bയും കൂടെ പിന്നെ കൊടുക്കാനുണ്ട്. പിന്നെ അപ്പൊ നമ്മള് അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ആൾക്കാരെ എടുക്കണതിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കണത്. ഇവിടെ വന്ന് കണ്ട് അവരെല്ലാവരും നോക്കിയതിന് ശേഷം, അതായത് നമ്മള് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് രോഗമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും ഒരു പ്രശ്നം, ഒരു കംപ്ലൈന്റ് നമ്മളത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് നോക്കിയിട്ട് അത് എടുക്കുക എന്ന് പറയണത്. വാക്സിനേഷനെ കുറിച്ചായിരുന്നാലും ബാക്കി കാര്യങ്ങളായിരുന്നാലും നമുക്ക് നിങ്ങൾ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാമല്ലോ കോഴിക്ക്. തീർച്ചയായും. ഇതാണ് ഞങ്ങളുടെ ഫാം. ഇതിപ്പോ തുടങ്ങിയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 2 കൊല്ലമായതേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ താഴെ വേറെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ അവിടെ 4 കൊല്ലമായി. മൊത്തത്തില് 4 കൊല്ലമായി. മൊത്തത്തില് ഇപ്പൊ ഞങ്ങള് ഇതിന്റെ BV3 ചെയ്തു തുടങ്ങിയിട്ട് 11 കൊല്ലമായിട്ടുണ്ട്. 11 കൊല്ലമായി. കാരണം ഫസ്റ്റ് ഞങ്ങള് 2018 ഞങ്ങള് ചാലക്കുടിയിലാണ് ചെയ്തിരുന്നത്. ചാലക്കുടിയില് അവിടെ ചെയ്തിരുന്നപ്പോഴത്തേക്ക് പ്രളയത്തില് ഞങ്ങള് ഒരുവിധം കോഴികൾ 10-16 കോഴികൾ ഉണ്ടായിരുന്നു. അതെല്ലാം പ്രളയത്തില് ഞങ്ങക്ക് നഷ്ടമായി. അങ്ങനെ ആകെ കഷ്ടപ്പാടിന്റെ അതിലൊന്ന് കര കയറി വരണതേ ഉള്ളൂ. ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ കര കയറി വരുന്നതാണ്. ഇതിനിപ്പോ നമുക്ക് സർക്കാരിന്റെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഈ നമ്മുടെ ഇതിന്റെ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടായിരുന്നാലും അല്ലെ കോഴികളെ വളർത്താനായിട്ടായിരുന്നാലും? ഇല്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു ഇതും ഉണ്ടായിട്ടില്ല. കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ ലൈസൻസും കാര്യങ്ങളും എല്ലാതും വേണം. ഇപ്പൊ നഷ്ടം സംഭവിച്ചല്ലോ നമുക്ക് 2008 പ്രളയത്തില്. അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഹെൽപ്പുകൾ എല്ലാം കിട്ടിയിട്ടുണ്ടോ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 5000 രൂപയാണ് കിട്ടിയത്. 5000 രൂപ. ഈ 16 എത്ര കോഴിയാന്ന് പറഞ്ഞു? 16000 കോഴി. ഞങ്ങൾക്ക് എടുത്ത് അത് കുഴിച്ചു മൂടാനായിട്ട് 7000 രൂപ ചെലവ് വന്നു. 2000 രൂപ നമ്മളെ അഡീഷണൽ. അതെ. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊന്ന് കരകയറി വരികയാണ് ഇപ്പോൾ. അതെ. ഇത് നമ്മുടെ നാടൻ കോഴികളാണ്. നാടൻ, ഇത് കൈരളി എന്ന് പറയും. കൈരളി കോഴി എങ്ങനെ വളർച്ചയിലെ കാര്യങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നമ്മുടെ നാടൻ കോഴിയിൽ? സാധാരണ നമ്മളെ നാടൻ കോഴികളെക്കാളും നല്ലോണം മുട്ട കിട്ടും. മുട്ട ഉൽപാദനം കൂടുതലാണ്. മുട്ട ഉൽപാദനം കൂടുതലാണ് കൈരളി കോഴികൾ. പൂവനും പിടയും എല്ലാം മിക്സ് ആയിട്ടാണല്ലേ ഇവിടെ? ഇതിപ്പോ കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കൊത്തുമുട്ടയ്ക്ക് വേണ്ടി. കൊത്തുമുട്ടയ്ക്ക്. അതെ. നമ്മൾ മുട്ട എവിടെ എങ്ങനെയാ വിരിയിക്കുക? മുട്ട ഹരിയാടിന്റെ അടുത്ത് മണ്ണുത്തി ഹാച്ചറിയിൽ കൊണ്ടുപോയിട്ടാണ്
നമ്മൾ വിരിയിക്കണത്. ഇത് കൈത്തീറ്റ കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ആനയാണ് ഈ കൈരളി കോഴികള്. പിന്നെ അത് പോയിട്ട് നല്ലോണം മുട്ടയും കിട്ടും. കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുട്ടത്തീറ്റ കൊടുക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് മുട്ട കിട്ടുന്നുണ്ട്. മുട്ടത്തീറ്റ കുറച്ചും കൂടെ കൊടുക്കണം. ഏതൊരു കോഴിക്കായാലും നമ്മൾ മുട്ടത്തീറ്റന്റെ ആ ഒരു പ്രോട്ടീനൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് കാര്യമുള്ളൂ. മുട്ട ഉൽപാദനം കിട്ടുള്ളൂ. അല്ല നമ്മൾ കൈത്തീറ്റ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. കൈത്തീറ്റ നമ്മൾ ഇതിന് എന്തൊക്കെയാ കൊടുക്കുന്നത് പൊതുവെ? കൈത്തീറ്റ കൊടുക്കണ വീട്ടിൽ പറഞ്ഞ ചോറ് ബാക്കി പറഞ്ഞതല്ലാതും നമുക്ക് പുറമേ കളയേണ്ട കാര്യമൊന്നുമില്ല. ഈ കോഴികൾക്ക് തന്നെ കൊടുക്കണത്. പിന്നെ ഗോതമ്പ്, പിന്നെ അത് പോയിട്ട് നമ്മള് ഗ്രോവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. പിന്നെ മുട്ടത്തീറ്റയും കുറച്ച് ചേർക്കുന്നുണ്ട്. ഈ കൈരളിയുടെ പൂവിന് അത്യാവശ്യം വെയിറ്റ് വെക്കുന്നുണ്ട് അല്ലേ? അതെ അതെ. ഇത് കൈരളിയുടെ ആണോ? അല്ല, അത് അസ്ഥിയിൽ പാലക്കാടൻ നാടനാണ്. അത് അസ്ഥിയിലും നാടൻ ക്രോസ് ആയിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ കാടയുടെ സെക്ഷൻ. മെയിൻ ആയിട്ട് ഇവിടെ മുട്ടയ്ക്കാണ് വളർത്തണത്. കാട നമുക്ക് പുറത്ത് സെയിലില്ല. ഇല്ല, പുറത്ത് സെയിലില്ല. പിന്നെ ആരെങ്കിലും ആവശ്യക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുവരണ പാർട്ടിയുടെ നമ്പറും കാര്യങ്ങളും എല്ലാം അവർക്ക് കൊടുക്കും. നമുക്ക് എങ്ങനെയാണ് കാടക്കോഴികൾ നമുക്ക് കിട്ടുന്നത്? എങ്ങനെയാണ് വില? നമുക്ക് 45 രൂപ ഇട്ടിട്ട്. 45 രൂപ ഇട്ടിട്ട് കൊണ്ടുവന്ന് ഒരു 10 ദിവസത്തിനുള്ളിൽ മുട്ടയിടും. 10 ദിവസത്തിനുള്ളിൽ മുട്ടയിടും. ഈ കാട എങ്ങനെയാണ്? നമുക്കിപ്പോ ഒരു ഡേ ഓൾഡ് കാട മുട്ടയിട്ട് തുടങ്ങാനായിട്ട് എത്ര ദിവസം വരും? 7 ആഴ്ച. ഇപ്പൊ ഡേ ഓൾഡ് ഒരു കാട വാങ്ങിക്കഴിഞ്ഞാൽ അത് 7 ആഴ്ച കഴിയുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും അല്ലേ? മുട്ടയിടും. ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ മുട്ട ഉൽപാദനം കുറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ആകുമ്പോഴത്തേക്ക് ഒരു 80% നമുക്ക് മുട്ട കിട്ടുള്ളൂ. 80% കിട്ടത്തുള്ളൂ. ഇതിപ്പോ നമുക്ക് എത്ര കാടകളുണ്ട് ഇവിടെ? ഇതിപ്പോ 800 കാടയുണ്ട്. 800 കാടയുണ്ട്. നമുക്ക് എത്ര മുട്ട ശരാശരി എത്ര മുട്ട കിട്ടുന്നുണ്ട്? ഇപ്പൊ ഞങ്ങൾക്ക് 650 ആ റേഞ്ചിലൊക്കെയാണ് ഇപ്പൊ മുട്ട കിട്ടണത്. 650 ആ റേഞ്ചിൽ. ഇതിന് മുട്ട സെയിലിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? മാർക്കറ്റിൽ കണ്ടുപിടിക്കാനോ? ഇല്ല. ഞാൻ തന്നെയാണ് കൊണ്ടു കൊടുക്കണതും. വേറെ ആരും ഇല്ല. നമ്മള് കടകളിൽ പാക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുക. പിന്നെ ഹോട്ടലുകളിൽ ആവശ്യാനുസരണം അവർ പറയുന്നതനുസരിച്ച് കൊണ്ടുവന്ന് കൊടുക്കും. കടകളിൽ പാക്ക് ചെയ്തിട്ട് 10 എണ്ണത്തിന്റെ പാക്കറ്റ് ആക്കിയിട്ട്. 10 എണ്ണത്തിന് നമുക്ക് മാർക്കറ്റിൽ എത്ര കിട്ടുന്നുണ്ട്? 10 എണ്ണത്തിന് ഇവിടെ 250 ഇട്ടാണ് കൊടുക്കണത്. കടകളില് ഹോട്ടലുകളിലും ഒക്കെ 250 തന്നെയാണ്. കടകൾക്ക് തീറ്റ കൊടുക്കുന്ന ഏത് തീറ്റയാണ് കൊടുക്കുന്നത്? ഇത് കാടയുടെ തീറ്റയുണ്ട്. കാടത്തീറ്റ മെയിൻ ആയിട്ട്. അതിന് മുട്ടയ്ക്ക് വേണ്ടിട്ട് സെപ്പറേറ്റ് തീറ്റ ഉണ്ടോ? കാടത്തീറ്റയുണ്ട്. ഇത് എസ്കെമിന്റെ തീറ്റയാണ്. എസ്കെമിന്റെ. എത്ര പ്രായം വരെ അതിന് മുട്ട ഉൽപാദനം കിട്ടുന്നുണ്ട്? ഇത് 1 വർഷം വരെ കിട്ടുന്നുണ്ട്. 1 വർഷം വരെ കിട്ടുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇറച്ചിക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. ഇറച്ചിക്ക് കൊടുക്കും അല്ലേ? അതിന് മാർക്കറ്റ് ഉണ്ടോ? നമുക്ക് ഇറച്ചിക്ക് എടുക്കാനായിട്ട് ആൾക്കാരുണ്ട്. ഹോട്ടലുകളിലാണ് മെയിൻ ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ഒരെണ്ണത്തിന് 45 രൂപ വെച്ചിട്ട്. ഒരെണ്ണത്തിന് 45 രൂപ വെച്ച് കിട്ടും. നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊണ്ട് കൊടുക്കുകയാണ്? അതെ. ഓക്കെ. അതിനപ്പോഴും മാർക്കറ്റ് നോക്കാൻ വേറെ പാടൊന്നുമില്ല? ഇല്ല. അത് ഏകദേശം ആ സമയം ആകുമ്പോഴത്തേക്ക് കടകളിൽ ഞങ്ങൾ ചോദിക്കും, ഇന്നതുപോലെ ആയി തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ ഓർഡർ തരും. ഇവിടെയാണ് നമ്മുടെ BV380 ഇവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യണത്. ഒരു ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് വലുതാക്കുകയാണ് ചെയ്യണത്. ബ്രൂഡറിലിട്ട് വലുതാക്കിയിട്ടാണ്? അതെ. ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? മെയിൻ ആയിട്ട് മഹേന്ദ്ര കമ്പനിയിൽ നിന്നാണ് എടുക്കണത്. തമിഴ്നാട്ടിൽ നിന്ന്? അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കെപ്കോയുടെ കമ്പനിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതെ. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മോർട്ടാലിറ്റി, ബ്രൂഡറിൽ മോർട്ടാലിറ്റി ഉണ്ടാവാറുണ്ടോ? ഒരു 5-6 എണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. അത്രേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതായിട്ടൊന്നും ചത്തുപോവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് ചെറിയ കുട്ടികൾ വരാറുണ്ട്. ആ സമയത്താണ് ഒരു 10-20 എണ്ണം. അതിൽ കൂടുതലും നമുക്ക് ചത്തുപോവാറില്ല. നമ്മൾ BV380 പ്രത്യേകത മെയിൻ ആയിട്ട് എന്താണ് വരുന്നത്? BV380 300-320 മുട്ട കിട്ടും വർഷത്തില്. വർഷത്തില് 1-1.5 കൊല്ലാണ് ഇത് മുട്ട ഇടുക. അതുവരെ നമുക്ക് സ്ഥിരമായിട്ട് നല്ല രീതിയിൽ നമുക്ക് മുട്ട കിട്ടണ കോഴികളാണ്. ഏറ്റവും കൂടുതൽ മുട്ട ഉൽപാദനമുള്ള ഒരു കോഴിയാണ് BV380. അതെ. 360 ദിവസത്തിൽ നമുക്ക് 320 ദിവസം ആയാലും മുട്ട കിട്ടും. അപ്പൊ നമ്മൾ BV380 കുഞ്ഞുങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നത് 1 മാസം പ്രായമാകുമ്പോൾ 1 മാസം തൊട്ടാണ് കൊടുത്തു തുടങ്ങുക. 1 മാസം ആയതിന് 130 രൂപയാണ് റേറ്റ്. 130 ആണ് വരുന്നത് അല്ലേ? നാടൻ ഒരു മാസം തൊട്ടാണ് എല്ലാ കോഴികളും ഇവിടെ 1 മാസം തൊട്ടാണ് കൊടുത്തു തുടങ്ങുക. നാടൻ വരുമ്പോ 120 വരും. സാസം വരുമ്പോ അതും 120 തന്നെയാണ്. അതെ. ഇതിപ്പോ 35 ദിവസമായിട്ടുള്ളത് നമുക്ക് കൊടുക്കാനുള്ള സമയം ആയതാണ് അല്ലേ? അതെ. ഈ സൈസ് കുഞ്ഞുങ്ങളാണ് നമ്മൾ 120-140 കൊടുക്കുന്നത്. അതെ. ഓക്കെ. ഇതിപ്പോ ബ്രൂഡറിൽ സെക്കൻഡ് ബാച്ച് വരുന്നതാണോ? അതെ. 15 ദിവസമായിട്ടുള്ളത്. 15 ദിവസം ആയിട്ടേ ഉള്ളൂ അല്ലേ? ഇതിനിപ്പോ ചുണ്ട് കരിച്ചിട്ട് നമ്മൾ മാറ്റിയിടുകയാണ് ചെയ്യണത്.
ഇതിലിപ്പോ ലെസോട്ട ആദ്യത്തെ വാക്സിനൊക്കെ 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ലെസോട്ട കഴിഞ്ഞിട്ടുണ്ട്, IBD കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര വാക്സിൻ കൊടുത്തിട്ടാണ് ഇവിടുന്ന് കുട്ടികളെ പുറത്ത് വിടുന്നത്? ഇവിടെ 3 സെക്ഷനാണ് കൊടുക്കുക. അത് ഏതൊക്കെ വാക്സിനാണ് കൊടുക്കുക? ആദ്യം 7ാമത്തെ ദിവസം ലെസോട്ട കൊടുക്കും, 14ാമത്തെ ദിവസം IBD കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് 21ാമത്തെ ദിവസം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ലെസോട്ട IBD മിക്സ് ചെയ്തിട്ട് അതിന്റെ ബൂസ്റ്റർ ഡോസ് കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 35ാമത്തെ ദിവസമാണ് വിരമരുന്ന് കൊടുക്കുക. 35ാമത്തെ ദിവസം വിരമരുന്ന് കൊടുക്കും. അത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. ഇവിടുന്ന് 30 ദിവസം തൊട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അത് പറയും 35ാമത്തെ ദിവസം വിരമരുന്ന് കൊടുക്കണം. ഇവിടുന്ന് കൊണ്ടുപോയി 5ാമത്തെ ദിവസം വിരമരുന്ന് അവർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. വിരമരുന്ന് എങ്ങനെ ഓരോ കുഞ്ഞുങ്ങൾക്കായിട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി? വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി. അത് 10 കോഴിക്ക് 3.5 ml വെച്ചിട്ട് അതാണ് ഞങ്ങളിവിടെ കൊടുക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വാക്സിനാണ് വരേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ 35 ദിവസം കഴിയുമ്പോൾ വിരമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് R2B ആണ് കൊടുക്കേണ്ടത്. R2B വസന്ത രോഗത്തിൻ്റെത്. അത് ഇഞ്ചക്ഷൻ ആണ്. അത് കൊടുക്കുന്ന രീതിയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളത് ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതിയും എല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് വിടുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് വീണ്ടും വിളിക്കാനും പറയുന്നുണ്ട്. അതായത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാം മെഡിസിനും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ഈ വസന്തയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ വാക്സിന്റെ കാര്യമുണ്ടോ? സാധാരണ പിന്നെ വേറെ വാക്സിൻ എടുക്കാറില്ല. പിന്നെ ചിലവർ മാത്രമാണ് ഈ സ്മോൾ പോക്സിന്റെ ഇഞ്ചക്ഷൻ എടുക്കാറുള്ളൂ. അതും ആവശ്യക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുകൾ കുറച്ച് പറഞ്ഞു കൊടുക്കും. ഈ നമ്മളെ BV380 പൊതുവായിട്ട് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? മെയിനായിട്ട് വസന്ത രോഗമാണ്. അതിനാണ് നമ്മൾ ഈ വാക്സിനുകൾ കൊടുക്കണത്. അപ്പൊ അതുകൊണ്ട് വസന്ത രോഗം ഒരുവിധം അതിലൊന്ന് മാറി നിൽക്കും. പിന്നെ മെയിനായിട്ട് വരണത് ചോരതൂറല്. അത് ഒരുവിധം എല്ലാ കോഴി വളർത്തുന്ന എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ വെള്ളം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ചുറ്റും ഇതിന്റെ കോഴി കാഷ്ടമായിട്ട് വയ്ക്കും. എന്നിട്ട് അത് തന്നെ തീരെ ഇവറ്റകൾ കൊത്തി തിന്നും. എല്ലാം വെള്ളം കഴിയണത് വരെ കൊത്തി കുടിക്കുമ്പോഴത്തേക്ക് അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴത്തോട്ട് അതിന് ചോര തൂറാൻ തുടങ്ങും. അതിന് ഒരു 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് ചിലപ്പം ഒരെണ്ണായിരിക്കും ചോര തൂറുന്നത്. അപ്പൊ ബാക്കിയുള്ളവറ്റങ്ങളെല്ലാം വന്ന് കൊത്തി തിന്നിട്ട് ബാക്കി അങ്ങനെ സ്പ്രെഡ് ആവും എല്ലാത്തിനും. അപ്പൊ അതാണ് മെയിനായിട്ട്. അത് 2 ദിവസം ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കായിട്ട് ഓരോന്ന് ചത്തു തുടങ്ങും. പിന്നെ ഒരു ദിവസം 1 ആയിരിക്കും, പിറ്റത്തെ ദിവസം ചിലപ്പം 10 ആയിരിക്കും. അങ്ങനെ വേഗം സ്പ്രെഡ് ആവും. അത് അതാണ് ഏറ്റവും മെയിൻ. അതിനുള്ള മെഡിസിൻ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമല്ലോ? അതെ. അത് കോഴി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് കോഴി കാഷ്ടത്തിലൊക്കെ ചോര പോലെ കിടക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂട്ടിലായാലും ഇത് ക്ലീൻ ചെയ്യണ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് സൂപ്പർ പോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് കൊടുക്കുക. സൂപ്പർ പോക്സ്. സൂപ്പർ പോക്സ്. പിന്നെ അതല്ലെങ്കിൽ ബാക്ട്രിസോൾ ഉണ്ട്. ബാക്ട്രിസോളിന് വില കുറവാണ്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല, ചത്തൊന്നും പോവില്ല. വേഗം നമുക്ക് അത് കുറച്ച് ദിവസം നീട്ടി കൊടുക്കണമെന്നേ ഉള്ളൂ. മറ്റേതാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ബോക്സിന്റെ ആണെങ്കിൽ 3 ഡോസ് കൂടുതലാണ്, വേഗം മാറിക്കിട്ടും. അതെ. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പോൾ കോഴി വളർത്തലിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചോരതൂറല്. കോഴികൾ ഇങ്ങനെ തല കുമ്പിട്ട് താഴോട്ട് ഇങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത് പോയി നിന്ന് ഒരിക്കലും ശ്രദ്ധിക്കരുത് കോഴികളെ. തീറ്റ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഓടിപ്പോയി ചെന്നൊന്നും തീറ്റ കൊടുക്കലല്ല. നമ്മുടെ അടുത്തെത്തുമ്പോഴത്തേക്ക് തന്നെ കോഴികളെല്ലാം പറന്ന് നമ്മളെ അടുത്തേക്ക് തീറ്റയ്ക്ക് വേണ്ടി വരും. അപ്പൊ നമ്മൾ പക്ഷെ ദൂരത്ത് നിന്നിട്ട് വാച്ച് ചെയ്യുക കോഴികളെ വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അറിയുള്ളൂ. അവറ്റകള് തല കുമ്പിട്ട് പോവുക, ചിറക് താഴ്ത്തിയിട്ടിരിക്കുക, ഇതൊക്കെ ഓരോ രോഗലക്ഷണങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് നോക്കുക. അതിൻ്റെതായിട്ടുള്ള മെഡിസിനുകൾ കാര്യങ്ങളും കൊടുക്കുക. അതായത് ഇപ്പോൾ കോഴി പോലുള്ള ഇങ്ങനെ ഒരുമിച്ചിട്ട് വളർത്തുന്നത് കൊണ്ട് തന്നെ ഒന്നിന് അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ മാക്സിമം എല്ലാത്തിനും പെട്ടെന്ന് വരും. അങ്ങനെയാണ് ഒരുപാട് പേർക്ക് ഈ നഷ്ടം വരുന്നത്. ഈ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാതെ അതെ അങ്ങനെ വരാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങളിപ്പോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, കുഞ്ഞുങ്ങളെ തൊട്ട് വലിയ കോഴികളെ വരെ വളർത്തിയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ആ അറിവ് നമ്മുടെ പ്രേക്ഷകർ, അതായത് ഇത് കാണുന്ന ആൾക്കാർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ? ഒരു കുഴപ്പമില്ല. എപ്പോഴും വേണോ നിങ്ങളെ വിളിച്ചു? രാത്രി 9 മണിക്ക് ശേഷം വിളിക്കരുത്. 9 മണി വരെയുള്ള ആ ടൈമിൽ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇതാണ് മെയിനായിട്ട് നാടൻ കോഴികള്. ഇതില് 2 ഇനമുണ്ട്. ഒന്നില് പാലക്കാടൻ നാടനും ഉണ്ട്, പിന്നെ ചെറിയ കോഴികളാണെങ്കിൽ ഒറിജിനൽ നാടനാണ്. ഇതിപ്പോ എത്ര ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത്? ഇതിപ്പോ 1 മാസം കഴിഞ്ഞിട്ടുള്ളതാണ്. ആ ചെറിയ കോഴികൾ 1 മാസം കഴിഞ്ഞു. 1 മാസം 35 ദിവസത്തിൽ കൂടുതലായിട്ടുള്ളതാണ് ഈ ചെറിയ കോഴികൾ. അത് ഒറിജിനൽ നാടനാണത്. മറ്റേതാണെങ്കിൽ പാലക്കാടൻ നാടൻ.
കാല് നീണ്ട് സൈസായിട്ട് നിൽക്കണതൊക്കെ പാലക്കാട് നാടനാണ്. പാലക്കാട് നാടൻ എന്ന് പറയുമ്പോഴത്തേക്ക് അസീലും നാടനും ക്രോസ് ആയിട്ടുള്ളത്. അപ്പോൾ അസീലിന്റെ സൈസും വരും നമ്മുടെ നാടൻ കോഴിയുടെ ആ ഒരു ലുക്കും നിൽക്കും. നമ്മളെ ഈ തനി നാടൻ കോഴികൾ പൂവൻ മാക്സിമം എത്ര വരെ വെയിറ്റ് വെക്കാറുണ്ട്? 1.5 കിലോ. 1.5 കിലോ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ചെറിയ ടൈപ്പാണ് നമ്മുടെ ഒറിജിനൽ തനി നാടൻ കോഴികളാണ് അത്. മറ്റേതാണെന്നുണ്ടെങ്കിൽ പാലക്കാടിനാണെന്നുണ്ടെങ്കിൽ 2.5-3 കിലോനൊക്കെ നല്ല സൈസ് വരും. അതിന് ഇറച്ചി ടേസ്റ്റ് നമ്മുടെ നാടൻ കോഴിയുടെ അത് തന്നെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഈ നാടൻ കോഴികൾ എങ്ങനെയാണ് മുട്ടയുടെ ഒരു അനുപാതം വരുന്നത്? മുട്ടയുടേതാകുമ്പോഴത്തേക്ക് ഇവര് കുറച്ച് നാളിടും, പിന്നെ റെസ്റ്റ്, പിന്നെ അടയിരിക്കുകയാണ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇടും, അങ്ങനെ ചെയ്യും. പക്ഷെ പാലക്കാട് നാടനൊന്നും അധികം അടയിരിക്കില്ല. നമുക്ക് ഒരു ആവറേജ് നമുക്ക് BV380 320 മുട്ട കിട്ടുമെന്ന് പറഞ്ഞു. നാടനൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വർഷത്തിൽ എത്ര മുട്ട വരെ കിട്ടാം? ഇപ്പൊ 10-80 മുട്ട ഒക്കെയാണ് മിനിമം കിട്ടണത് ഒരു വർഷത്തില്. അതെ. അത് കാരണം കുറച്ച് നാള് നമ്മള് ഇതിന് മുട്ട ഇടുക, പിന്നെ പൊരുന്നായിരിക്കല്ലേ ചെയ്യണത്. അപ്പൊ ചില കോഴികളും മുട്ടയുടെ ഇപ്പൊ പൊരുന്നായിരിക്കണതിന്റെ ആ ഒരു പീരീഡ് വിട്ടിട്ട് ചിലത് കൂടുതൽ കിട്ടാറുണ്ട് കേട്ടോ. അതിൽ കൂടുതൽ കിട്ടുന്ന നാടൻ കോഴികളുണ്ട്. ഉണ്ട്. അത് എനം വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതിന് നമ്മള് തീറ്റ കൊടുക്കുന്ന കൈത്തീറ്റയാണോ? ഇല്ല, ഞങ്ങള് കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെ കൈത്തീറ്റ കൊടുക്കാറില്ല. അത് സെയിലിനുള്ളത് കൊണ്ട്. അതെ സെയിലിനുള്ളത് കൊണ്ടാണ്. കാരണം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് തൊട്ട് ആദ്യം നമ്മൾ സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടർ നമ്മൾ ഏത് പ്രായം വരെ കൊടുക്കണം? എത്ര ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കും? സ്റ്റാർട്ടർ ഇവിടെ മെയിൻ ആയിട്ട് 1 മാസം വരെയാണ് സ്റ്റാർട്ടർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് ഗ്രോവറാണ് കൊടുക്കുക. അതായത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആൾക്കാർ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഗ്രോവർ കൊടുത്തു തുടങ്ങാം. അതെ ഒറ്റയടിക്ക് മാറ്റില്ല. 1 മാസം വരെ നമ്മൾ സ്റ്റാർട്ടർ കൊടുത്തു, പിന്നെ ഒരു 5-10 ദിവസം വരെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അതിനുശേഷമാണ് പിന്നെ മാറ്റുക, ഗ്രോവറിലേക്ക് മാറ്റണത്. പിന്നെ അവസാനം നമ്മൾ മുട്ടത്തീറ്റ കൊടുത്തു തുടങ്ങുന്നത് ഏത് സമയം തൊട്ടാണ്? അത് മുട്ടയിട്ട് ഏകദേശം 1-2 മുട്ട സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് മുട്ടത്തീറ്റ കൊടുക്കുക. അതിപ്പോ നമ്മൾ BV380 ആയിരുന്നാലും നാടനായാലും അത് തന്നെയാണ്. നാടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയ ഉടനെ ഞാൻ പറയാറുണ്ട്, ഇവിടെ നിന്ന് കൊണ്ടുപോകണവരടുത്ത് കൊണ്ടുപോയ ഉടനെ അരി, ഗോതമ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് വളർത്താൻ എന്ന് കരുതിയിട്ടാണ് ആൾക്കാർ നാടൻ കോഴികളെ കൊണ്ടുപോകുന്നത്. പക്ഷെ കൊണ്ടുപോയിട്ട് എളുപ്പം ഗോതമ്പ് അരിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ദഹിക്കാണ്ട് അങ്ങനെ ഇരുന്ന് 2 ദിവസത്തിന് കൊണ്ട് ചത്തുപോകും. അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോകണവരടുത്ത് പറയാറുണ്ട്, നിങ്ങൾ കൊണ്ടുപോയി കുറച്ച് നാള് ഈ ഗ്രോവർ കൊടുക്കുക തന്നെ വേണം. ഗ്രോവർ കൊടുത്ത് പിന്നെ കുറേശ്ശെ മാറ്റി ശീലിപ്പിച്ചെടുക്കുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് അതെല്ലാം പറഞ്ഞാണ് ഇവിടെ നിന്ന് വിടുന്നത്. ഇപ്പൊ നമ്മളെ ഈ തനി നാടൻ കോഴിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ കുത്തിയിട്ട് ഒത്തിരി ചത്തുപോകാറുണ്ട്. അതെ. അപ്പൊ അതെന്തുകൊണ്ടാണ്? അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ നിങ്ങളുടെ? ഞങ്ങൾ ഇവിടെ ചുണ്ട് കരിച്ചിട്ട്, അതായത് ചിലരാണെന്നുണ്ടെങ്കിൽ അഴിച്ചുവിട്ട് വളർത്താനായിട്ട് കൊണ്ടുപോകും ആൾക്കാര്. അത് BV380 കോഴി ആയാലും നാടനായാലും അഴിച്ചുവിട്ട് വളർത്താനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചിലര് അങ്ങനെയാണ് മുന്നേ വളർത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആയാലും മതി എന്ന് പറഞ്ഞിട്ട് അഴിച്ചുവിട്ട് വളർത്താനും കൊണ്ടുപോകുന്നുണ്ട്. ചിലർ കുറച്ചു നേരം കൂട്ടിന്റെ ഉള്ളിൽ വിട്ടിരിക്കും, പിന്നെ വൈകുന്നേരം ഫുൾ അഴിച്ചു വിടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർക്കാണെന്നുണ്ടെങ്കിൽ ചുണ്ട് കരിക്കണ്ടെന്ന് പറയും. അവർക്ക് ചുണ്ട് കരിക്കേണ്ട, കാരണം ചുണ്ട് കരിച്ചു കഴിഞ്ഞാൽ ഇലയൊക്കെ കൊത്തി തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ. കാരണം ഏത് കോഴിയായാലും അതിന് വെറുതെ ഇങ്ങനെ കുറച്ചു നേരം നിൽക്കുമ്പോഴത്തേക്ക് കൊത്തി തുടങ്ങും. അപ്പൊ പിന്നെ തീറ്റയിൽ വരുന്ന വ്യത്യാസം, കാൽസ്യത്തിന്റെ കുറവ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ആവശ്യക്കാർ പറയണ അനുസരിച്ച് നമ്മളിവിടെ ചുണ്ട് കരിച്ചിട്ട് കൊടുക്കും. ചിലര് പുറമേന്ന് കൊണ്ടുവരാറുണ്ട്. വീട്ടില് കോഴികൾ ഇങ്ങനെ കൊത്തുകൂടിയിട്ട് ആകെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്ക് ചുണ്ട് കരിച്ചും കൊടുക്കാറുണ്ട്. ഇത് പാലക്കാട് നാടനാണ് ഈ കോഴി. ഇതിന് ഞാൻ ചുണ്ട് കരിച്ച് കാണിച്ചു തരാം. കണ്ടോ, എത്രയാണ് നമ്മൾ ചുണ്ട് കരിക്കുക. ഇത്രയും കരിച്ചാൽ മതിയാവും. ഇതിന്റെ ചുണ്ടിന്റെ മൂർച്ച പോവും. അതെ. പിന്നെ കൊത്തുകൂടി കഴിഞ്ഞാലും ഇതിന്റെ പപ്പ് പറിക്കാനായിട്ടോ പിന്നെ ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അധികം വളർച്ച വരെയില്ല. ഈ ഒരു പ്രായത്തിലൊക്കെ ചുണ്ട് കരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അധികം വളരില്ല. പിന്നെ ചുണ്ട് വളർന്ന് വരത്തില്ല. ഇല്ല.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ചുണ്ട് കരിച്ചിട്ടാണ്. അതായത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ കരിച്ചു പറഞ്ഞിട്ട് അതെ ചോദിക്കും അവരടുത്ത്. ഓരോരുത്തർ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചുണ്ട് കരിച്ചിട്ടാണോ വേണ്ടത്, എങ്ങനെയാണ്, കൂട്ടിൽ മാത്രം ഇട്ട് വളർത്താനായിട്ട് കൊണ്ടുപോകും ആൾക്കാര്. അഴിച്ചൊന്നും വിടാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഫ്ലാറ്റ് ആണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റും ഇങ്ങനെ പ്രശ്നങ്ങളാണ്, അപ്പൊ അഴിച്ചുവിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈടെക് കൂട്ടിലൊക്കെ ഇട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചുണ്ട് കരിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ BV380യും നമ്മുടെ നാടൻ കോഴിയായിട്ട് ക്രോസ് ആയിട്ട് അതിന്റെ കൊത്തുമുട്ട എടുത്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് വിരിഞ്ഞ് അതേ റിസൾട്ട് കിട്ടുമോ BV380യുടെ? ഇല്ല ഇല്ല ഇല്ല, കിട്ടത്തില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. കൊത്തുമുട്ട ആയി അത് കൊത്തുമുട്ട വിരിയുമല്ലോ. കൊത്തുമുട്ട നമുക്ക് സാധാരണയായിട്ട് വിരിഞ്ഞു കിട്ടും. പക്ഷെ ഇതേമാതിരി ഈ 320 മുട്ടയോ നമ്മൾ സാധാരണ പറയണത് ഒരു കൊല്ലത്തിൽ 300-320 മുട്ട കിട്ടുമെന്നാണ് BV380 പറയണത്. പക്ഷെ നാടനും ഇതുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത്ര ക്വാളിറ്റിയും കിട്ടില്ല, ഈ ഇങ്ങനെ ഇനവും ആയിരിക്കില്ല. നാടന്റെ ഒരു 90% നാടനിലേക്ക് മാറും അല്ലേ? മാറും. കാരണം ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ഇത്ര 11 കൊല്ലമായിട്ട് കൊണ്ടുവന്നതില് ഇതേമാതിരി വെള്ള കളറായിരിക്കും ഇതിന്റെ പൂവൻ. പൂവൻ വെള്ള കളറായിരിക്കും BV380യുടെ പൂവൻ. പിന്നെ ചെറിയൊരു ഷെയ്ഡ് ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയുള്ളൂ. ഈ വൈറ്റ് നിൽക്കുന്നതെല്ലാം പൂവനാണ്. ഏതാ ഈ വൈറ്റ് കാണുന്നതെല്ലാം പൂവനാണ്? അതെ അതെ, ഈ വൈറ്റ് കാണുന്നത് ക്ലിയർ ആയിട്ട് അത് ഫുള്ള് വൈറ്റ് ആയിരിക്കും, അത് പൂവനാണ്. ബാക്കി എല്ലാതും പെട, അത് ചുവന്ന കളർ അല്ലെങ്കിൽ ഒരു ചുമപ്പും വെള്ള ഷെയ്ഡും ആയിട്ടുള്ളത്. അത് തന്നെ ആയിരിക്കും BV380യുടേത്. ഈ BV380യുടെ പൂവൻ ആവശ്യക്കാരുണ്ടോ, അല്ലെ നിങ്ങൾ പൂവൻ നിങ്ങൾ എടുക്കുകയാണോ ചെയ്യുന്നത്, എങ്ങനെയാണ്? ഇല്ല, നമുക്കിപ്പം ഇനം തിരിച്ചു വരികയാണ് ചെയ്യണത്. ഇപ്പൊ 47 രൂപയാണ് ഒരു കുഞ്ഞിന്. അപ്പോ നമുക്ക് വരുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് പറഞ്ഞത്, നമ്മൾ പോയി ചെന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോ ഈ ഇതിലാണെന്നുണ്ടെങ്കിൽ കൂടിപ്പോയി ഒരു 2-3 അങ്ങനെ ആയിട്ടേ ഉണ്ടാവുള്ളൂ പൂവന്മാര്. ബൈ ചാൻസ് മാറി വരുന്നതാണ്. അത്രേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് കൂടുതലൊന്നും വരില്ല. ഫുള്ളും എല്ലാം തെരിഞ്ഞിട്ടാണ് പറഞ്ഞത്. BV380 എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു മുട്ടക്കോഴിയാണ്, നാടന്റെ ഇതുള്ള മുട്ടക്കോഴിയാണ്. അപ്പോൾ ഈ വരുന്ന പൂവൻ കോഴികളെ നിങ്ങൾ എന്ത് ചെയ്യും? പൂവൻകോഴികളെ ആൾക്കാർ ഇതേമാതിരി കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത, കൗതുകം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നവരുണ്ട്. അത് നമ്മള് ഇറച്ചിക്ക് അധികം സൈസ് വെക്കാറുണ്ടോ? ഇല്ല, ഒരു 1.5 കിലോ 2 കിലോ ഒക്കെ കഷ്ടിയേ വരാറുള്ളൂ. പിന്നെ നമുക്ക് നഷ്ടമാണ് അതിനെ വളർത്തുമ്പോഴത്തേക്ക്, കാരണം തീറ്റ നല്ല ചെലവുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതിലൊരു മെച്ചം കിട്ടില്ല.